ലൈം ലൈറ്റ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല, അതിന് നട്ടലുണ്ട്. ആ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചിട്ടല്ല ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എ അഷ്റഫ് കുറ്റം ചെയ്താലും, നിങ്ങളുടെ പാർട്ടിക്കാർ കുറ്റം ചെയ്താലും, ദൈവം തമ്പുരാൻ കുറ്റം ചെയ്താലും അത് വിളിച്ചു പറയും. അതേത് ബാപ്പയാണെങ്കിലും വിളിച്ചു പറയും. നിങ്ങൾക്ക് ആവശ്യമായ ഫർണിച്ചറും വീടിന്റെ അകത്തളങ്ങൾ മൂടിക്കൂട്ടുന്നതിനായുള്ള ഇന്റീരിയർ വർക്ക്സും മിതമായ നിരക്കിൽ ലഭിക്കുവാൻ മാള വലിയ പറമ്പിലുള്ള അച്ചൂസ് സന്ദർശിക്കൂ. കഴിഞ്ഞ മാള ഹോളി ഗ്രേസിൽ നടന്ന ഡിസോൺ കലോത്സവം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളാണ് മാളയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലൈംലൈറ്റ് CI, അതായത് KSU പ്രവർത്തകനായ ഗോകുലിനെ CI തന്നെ സംരക്ഷിച്ചുകൊണ്ട് മാളയിൽ ആംബുലൻസിൽ കയറ്റി വിടുന്ന ആ ഒരു വീഡിയോ നമ്മൾ പുറത്തു വിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ എ അഷ്റഫിനെ ലൈംലൈറ്റ് സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ വെള്ള പൂശുവാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കുറച്ച് കമൻറ്റുകൾ ലൈംലൈറ്റിൻ്റെ താഴെ വരുന്നുണ്ട്. കമൻറ്റുകൾ എന്തും വരട്ടെ, അത് നമ്മൾക്ക് വിഷയമുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ആദ്യം മുതൽ, അതായത് 1 എന്ന് തുടങ്ങി നിങ്ങളെ കാണിക്കുകയാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു കാര്യം നിങ്ങളെ കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് ഈ ഒരു വിഷയം നടന്നപ്പോൾ, അതായത് ഹോളി ഗ്രേസിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ലൈംലൈറ്റ് ആദ്യമായിട്ട് എ അഷ്റഫിൻ്റെ ടോക്ക് എടുത്തു. അതിൽ പറയുന്ന വിഷയം മാള ഹോളി ഗ്രേസിൻ്റെ വിഷയമല്ല, മാള ജുമാ മസ്ജിദിൻ്റെ ആംബുലൻസിൻ്റെ വിഷയങ്ങളാണ് തല്ലി തകർത്തു എന്ന് പറയപ്പെടുന്നത്. ആ ടോക്കൊന്ന് കേൾക്കാം. ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് എനിക്കൊരു കോള് വരുന്നത്. വളരെ അടിയന്തരമായിട്ട് ആംബുലൻസ് വേണം. എന്നെ വിളിക്കുന്നത് മാള സർക്കിൾ ഇൻസ്പെക്ടറാണ് വിളിക്കുന്നത്. അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞ് വളരെ അടിയന്തരമായിട്ട് ഒരു ആംബുലൻസ് വിട്ടു തരണം. ഒരാൾ ഇവിടെ തല പൊട്ടി ചോര ഒലിച്ച് കിടക്കുന്നുണ്ട്, മറ്റു ചിലർക്കും സാരമായ പരിക്കുകളുണ്ട്. അപ്പോൾ അവരെ വളരെ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു ആംബുലൻസിനെ മാത്രമേ ഇവിടെ വരാൻ കഴിയുള്ളൂ. മറ്റു വാഹനങ്ങളിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, പോലീസ് ജീപ്പും അതിന് സൗകര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ആംബുലൻസ് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ്. അപ്പോൾ ആംബുലൻസ് മാള മഹല്ല് ജമാഅത്തിന് ആംബുലൻസ് ഉള്ളത് കൂടിയിട്ടാണ് അദ്ദേഹം എൻ്റെ സഹായം തേടുന്നത്. ഞാൻ ഉടനെ തന്നെ ആംബുലൻസ് ഡ്രൈവറാണെങ്കിൽ 2-3 ദിവസം തുടർച്ചയായിട്ട് ഉറക്കമൊളിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചില്ല. അദ്ദേഹം കിടന്നുറങ്ങിയായിരിക്കും. വെളുപ്പിന് 3 മണിക്കാണ് വിളിക്കുന്നത്. അപ്പോൾ സ്കൂളിലുള്ള ഒരു ആക്സ് വണ്ടി ഓടിക്കുന്ന വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു ഡ്രൈവർ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അടിയന്തരമായിട്ട് താക്കോൽ കൊടുക്കുകയും വണ്ടി എടുക്കുകയും ചെയ്തു. കേട്ടില്ലേ? ഇതിൽ വ്യക്തമായിട്ട് എ അഷ്റഫ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് മാള CI എ അഷ്റഫിനെ വിളിച്ചതിന് ശേഷം മാത്രമാണ് ആംബുലൻസ് എ അഷ്റഫ് CIക്ക് കൈമാറിയത്. അതായത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട്. ഇപ്പോഴും നമ്മൾ എ അഷ്റഫിനെ വെള്ള പൂശാനല്ലടാ, ഞങ്ങൾ സത്യസന്ധരാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം. എ അഷ്റഫ് പറഞ്ഞതനുസരിച്ചാണ് ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇതിനുശേഷം ഒരുപാട് വീഡിയോസ്, ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു, ഒട്ടനവധി വാർത്തകളും നിങ്ങൾക്ക് സമർപ്പിച്ചു. പക്ഷേ അപ്പോഴേക്ക് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയാണ്. ഒരു വിഷയം നടക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയണം. അപ്പോൾ ഉടനടി തെളിയിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള തെളിവുകളോ നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ ആ കിട്ടുന്ന തെളിവുകൾ അനുസരിച്ചാണ് നമ്മൾ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അത് ഞാൻ മാത്രമല്ല, ലൈംലൈറ്റ് മാത്രമല്ല, എല്ലാ പത്രക്കാരും, ഏത് മാധ്യമങ്ങളായാലും ഏത് പോലീസായാലും അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകനായ ഒരു സ്വാലിഹ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിരുന്നു. ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്വാലിഹ് തന്നെ ഞങ്ങളോട് പറയുകയുണ്ടായിരുന്നു, ആ വീഡിയോ പുറത്ത് വിടരുത്, കാരണം അത് എനിക്ക് വിഷയമാണ്, അത് നിങ്ങൾ പുറത്ത് വിടരുത്. അതായത് ഒരു വ്യക്തി തരുന്ന ഒരു ടോക്ക് ഞങ്ങൾക്ക് അയാളുടെ അനുവാദമില്ലാതെ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഈ അവസരത്തിൽ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പാർട്ടിക്കാരനായ സ്വാലിഹ് പറയുന്ന ആ ഒരു കാര്യം എ അഷ്റഫ് അടങ്ങുന്നവർ ആ ഒരു വാഹനം വിട്ടുകൊടുത്തു എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ വീഡിയോ ഞങ്ങളോട് ഇടണ്ട എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിക്കാരെ തന്നെയാണ്. അതിൻ്റെ തെളിവ് ഓഡിയോ സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങൾ അതും പുറത്ത് വിടും. കാരണം ഇതിൽ പത്രക്കാർക്ക് യാതൊരുവിധ അനുകമ്പയുമില്ല, ആരോടുമില്ല. കണ്ടതെന്താണോ അത് പറയും. അപ്പോൾ ഈ സ്വാലിഹിൻ്റെ ആ ഒരു ചെറിയ ടോക്ക് നിങ്ങൾക്ക് കേൾക്കാം. ഈ ആംബുലൻസിൽ പ്രതികളെ കൊണ്ടുപോകുന്നതിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട്. പ്രതികളെ ആംബുലൻസിൽ ഇവിടെ മാളയിൽ ഗുരുധർമ്മ ഹോസ്പിറ്റലും ഈ പറയുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലും ഉൾപ്പെടെയുള്ള ആശുപത്രികളുണ്ട്.
ഇവരെ ചാലക്കുടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. ആ ആംബുലൻസ് ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ വിട്ടുകൊടുക്കുന്നുണ്ട്. ഈ ഏതോ അഷറഫ് എന്ന് പറയുന്ന ഏതോ ആളാണ് ഈ ആംബുലൻസ് ഇവിടെ റെഡിയാക്കി കൊണ്ടാണെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. ഈ പറയുന്ന വ്യക്തിക്കെതിരെയും ആംബുലൻസ് വിട്ടുകൊടുത്ത ആളുകൾക്കെതിരെയും ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ട് പോലീസ് പോകും എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കേട്ടില്ലേ? SFI പ്രവർത്തകനായ സ്വാലിഹാണ് അവിടെ, അതായത് ഹോളി ഗ്രേസിൽ ഈ വിഷയം തുടങ്ങി അവസാനിക്കുന്ന ദിവസം വരെയും ഈ സ്വാലിഹ് അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം കണ്ടറിയുക, ഇടികൊണ്ട് കരുവാളിച്ച് കിടക്കുന്ന ഒരുപാട്. മാള CI സജിൻ ശശി പാർട്ടിക്കാരുടെ കുത്തകയാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതിനി ഞാൻ പറഞ്ഞിട്ട് വേണ്ട, എല്ലാവർക്കും അറിയാം, മാളക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് പാർട്ടിയാണ് അദ്ദേഹത്തെ വളർത്തുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ടുള്ളത് പാർട്ടിയാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന സജിൻ ശശി KSU പ്രവർത്തകനായ ഗോകുലിനെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുവന്ന്, അതായത് അത്രയും പിള്ളേരെ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്ന ഗോകുലിനെ പോലീസിൻ്റെ അകമ്പടിയോടെ മാളയിൽ കൊണ്ടുവന്ന് എന്തുകൊണ്ട് ആംബുലൻസിൽ കയറ്റി വിട്ടു എന്നുള്ളത് ഞങ്ങളല്ല ചോദ്യം ചെയ്യേണ്ടത്, നിങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ടതും അല്ലെങ്കിൽ അഷ്റഫിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് CI ആയ സജിൻ ശശിയോട് ചോദിക്കേണ്ട കടമ നിങ്ങൾക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. അദ്ദേഹം നിങ്ങളുടെ ആളാണ്, അത് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങളാണ് പറയേണ്ടത്, ഞങ്ങളല്ല. ഇനി ഒരു കാര്യം കൂടെ, ഈ സജിൻ ശശി ഗോകുൽനാഥ് എന്ന് പറയുന്ന ആ KSU പ്രവർത്തകനെ സംരക്ഷിച്ച് കൊണ്ടുപോയി വിടുന്ന വീഡിയോ ഞങ്ങൾ പുറത്ത് വിട്ടു. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഞങ്ങൾ എഴുതപ്പെട്ടു അഷ്റഫിനെ വിളിച്ചതിന് ശേഷം മാത്രമാണ് ഈ ആംബുലൻസ് അഷ്റഫ് CIക്ക് കൈമാറിയത്. അത് ഞങ്ങൾ പറഞ്ഞേക്കുന്നതല്ല, അത് സത്യമാണ്. അതിൻ്റെ ഓഡിയോ ആണ് ഈ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആണ് അഷ്റഫ് പരസ്യമായിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിട്ടും പറഞ്ഞിട്ടുള്ള ഓഡിയോ അടക്കമാണ് ഞങ്ങൾ പുറത്ത് വിട്ടേക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ കേൾക്കുന്നത് അത് തന്നെയാണ്, കേട്ട് നോക്കിക്കോ. നമ്മുടെ മാള മഹലിൻ്റെ ആംബുലൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്നെ വിളിക്കുന്നത്. മാള പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചനുസരിച്ചാണ് പോകുന്നത്. ഒരാളിവിടെ വളരെ പരിക്കുപറ്റി കിടക്കുന്നുണ്ട്, തലപൊട്ടി ചോര വരുന്നുണ്ട്, അയാൾ എങ്ങനെയും ആസ്പത്രി എത്തിക്കണം, അതിനൊരു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹല്ല് കമ്മിറ്റിയുടെ ആംബുലൻസ് ഉടനെ തന്നെ വിളിച്ചു വരുത്തുകയും അവിടെ കിട്ടിയ ആളെ കൊണ്ട് തന്നെ വണ്ടി എടുപ്പിക്കാനുണ്ടായത്. ആംബുലൻസിൻ്റെ യഥാർത്ഥത്തിലുള്ള ഡ്രൈവർ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അയാളന്ന് 3 ദിവസമായിട്ട് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉറപ്പുവിളിച്ചതുകൊണ്ട് വെളുപ്പിന് 3 മണിക്ക് വന്ന ഈ വിവരമനുസരിച്ച് വണ്ടി എടുപ്പിക്കേണ്ട എന്ന് അദ്ദേഹം ടെസ്റ്റ് ചെയ്തോട്ടെന്ന് കരുതിയിട്ടാണ് വേറൊരു പയ്യനെ കൊണ്ട് ഈ ആക്സ് ഓടിക്കുന്ന ലൈസൻസുള്ള ഒരു പയ്യനെ കൊണ്ട് നമ്മൾ ആംബുലൻസ് എടുപ്പിച്ചത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നിങ്ങൾ സംരക്ഷിക്കുന്ന ഈ CI എന്ന് പറയുന്ന സജിൻ ശശി അതേ രാത്രി തന്നെ ഏകദേശം 10ഓളം SFI വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ KSU എന്ന് പറയുന്ന ഇതുപോലെ തല്ലിച്ചതച്ച ആളെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ തല്ലുകൊണ്ട SFI വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാനുമാണ് ഈ മാളയിലെ സജിൻ ശശി തയ്യാറായത്. അത് നിങ്ങൾക്ക് തെളിവ് സഹിതം മാള സ്റ്റേഷനിൽ പോയ FIR കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ പത്രങ്ങൾ നോക്കിയാൽ മതിയാവും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാതെ നമ്മളോട് വന്നിട്ട് ട്രോളാൻ നിൽക്കരുത്. ലൈംലൈറ്റ് എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല, അതിന് നട്ടലുണ്ട്. ആ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചിട്ടല്ല ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അഷ്റഫ് കുറ്റം ചെയ്താലും നിങ്ങളുടെ പാർട്ടിക്കാർ കുറ്റം ചെയ്താലും ദൈവം തമ്പുരാൻ കുറ്റം ചെയ്താലും അത് വിളിച്ചു പറയും, അതേത് ബാപ്പയാണെങ്കിലും വിളിച്ചു പറയും എന്ന് മാത്രമേ പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ മുഖം നോക്കി എഴുതുന്ന പത്രക്കാരായിരിക്കും, പക്ഷേ ലൈംലൈറ്റ് ഒരിക്കലും അങ്ങനെ മുഖം നോക്കി എഴുതേണ്ട കാര്യമില്ല. കാരണം ലൈംലൈറ്റിൻ്റെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ല. താങ്ക് യു. നിങ്ങൾക്ക് ആവശ്യമായ ഫർണിച്ചറും വീടിന്റെ അകത്തളങ്ങൾ മൂടിക്കൂട്ടുന്നതിനായുള്ള ഇന്റീരിയർ വർക്ക്സും മിതമായ നിരക്കിൽ ലഭിക്കുവാൻ മാള വലിയ പറമ്പിലുള്ള അച്ചൂസ് സന്ദർശിക്കൂ. നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ വീടുകളിൽ വന്നിട്ട് മെഷർ ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനർ ടീമുണ്ട്, അവർ ഡിസൈനൊക്കെ വരച്ച് തന്നിട്ട് 3D വരച്ച് തന്നിട്ട് നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ്.
ഷിപ്പിലേക്ക് മാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റ് ഇന്റീരിയർ വർക്ക് ഐറ്റംസും നമ്മുടെ അച്ചൂസിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.